Hello students. So in this session we are going to study problems related to trigonometric Fourier series. So the first question പറഞ്ഞിരിക്കുന്നത് find the trigonometric Fourier series for the periodic signal x of t shown below. ഫിഗറിൽ തന്നിരിക്കുന്ന പീരിയോഡിക് സിഗ്നൽ. സോ നമുക്കിത് കാണുമ്പോഴേ അറിയാം പീരിയോഡിക് ടൈം ഒരു പർട്ടിക്കുലർ ടൈമിൻ്റെ സെയിം സിഗ്നൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. ഇറ്റ് ഈസ് എ പീരിയോഡിക് സിഗ്നൽ നമുക്ക് ഓൾറെഡി പറയാം. സോ ഇതിന്റെ ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ് റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. നമുക്ക് ഈ സിഗ്നൽ ഒന്ന് അനലൈസ് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിന്റെ ഒരു ഫസ്റ്റ് സാമ്പിൾ എടുക്കുകയാണ്. ഞാൻ എടുക്കുന്ന സാമ്പിൾ അല്ലെങ്കിൽ എടുക്കുന്ന സിഗ്നൽ കൺസിഡർ ചെയ്യുന്നത് -1 മുതൽ 3. സോ -1 മുതൽ 3 എന്ന് വരെ പറയുമ്പം എങ്ങനെയാണ് എൻ്റെ സിഗ്നൽ? ഇതാ ഇങ്ങനെയാണ് അല്ലേ? ഇത്രയും പോർഷൻ, ഈ ഇത്രയും ഒരു സിഗ്നലാണ് പിന്നീട് അങ്ങോട്ട് ലെഫ്റ്റിലേക്കാണേലും റൈറ്റിലേക്കാണേലും റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ -1 മുതൽ 3 വരെയുള്ള പോർഷൻസ് ഞാൻ കൺസിഡർ ചെയ്യണം. -1 to 3. ഓക്കെ, ഇനി കൺസിഡറിങ് എ ഫുൾ സൈക്കിൾ ഓഫ് ദ ഗിവൺ സിഗ്നൽ. സോ ഒരു ഫുൾ സൈക്കിൾ, ഏത് ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ മുതൽ എവിടെ വരെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് അതിനെയാണ് പറയുന്നത്. സോ വി ആർ കൺസിഡറിങ് വൺ ഫുൾ സൈക്കിൾ ഓഫ് ദ ഗിവൺ സിഗ്നൽ എക്സ് ഓഫ് ടി ഫ്രം -1 to 3. -1 മുതൽ 3 വരെയുള്ള ഫുൾ സൈക്കിൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വി നീഡ് ടു ഫൈൻഡ് ദ ടൈം പീരിയഡ് ഓഫ് ദ സിഗ്നൽ. സോ ടൈം പീരിയഡ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? upper value minus lower value, that is 3 minus -1, that will be 4 seconds. സോ ഓരോ 4 സെക്കൻഡ് കൂടുമ്പോഴും ഈ സിഗ്നൽ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടിയത്. അതിന് -1 to 3 എടുക്കുന്നതിന് പകരം യു ക്യാൻ ടേക്ക് 3 to 7. സോ 3 to 7 ആണെന്നുണ്ടെങ്കിൽ ടൈം പീരീഡ് എന്ത് വരും? 7 minus 3 വരും. സോ ഇറ്റ് ഈസ് ഓൾസോ 4 സെക്കൻഡ്. ഇനി -5 to -1 എടുക്കുകയാണ്. -5 to -1 എടുത്തു കഴിഞ്ഞാൽ എന്താണ് ടൈം പീരീഡ് കണ്ടുപിടിക്കുക? -1 minus -5. ഇറ്റ് ഈസ് ഓൾസോ 4 സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ഫുൾ സൈക്കിൾ എടുക്കുക, എന്ന് വെച്ചാൽ അതിന്റെ ടൈം പീരീഡ് എഴുതുക. സോ ടൈം പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എഴുതാമല്ലോ. സോ ω0 എന്ന് പറഞ്ഞാൽ എന്താണ്? 2π/t. ഓക്കെ, 2π/4 വരും. അപ്പൊ എന്ത് വരും? π/2 റേഡിയൻ. സോ വി ഗോട്ട് ഫണ്ടമെന്റൽ ടൈം പീരീഡ് ആൻഡ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ദ ഗിവൺ പീരിയോഡിക് സിഗ്നൽ എക്സ് ഓഫ് ടി. ഇനി നമുക്ക് എന്താണ്? Fourier series representation can be given by എന്താണ് ഇക്വേഷൻ? എക്സ് ഓഫ് ടി is equal to a0 plus summation n is equal to 1 to infinity an cos എന്താണ്? n pi/2. n pi/2 എന്തായിരുന്നു? നമുക്ക് ω0t ആയിരുന്നു അല്ലേ? ω0t n അല്ലെങ്കിൽ n ω0t ആയിരുന്നു നമുക്ക് ഇവിടെ വരുന്നത്. n ω0tക്ക് പകരം ω0യുടെ വാല്യൂ എന്താണ്? π/2 ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തു. സോ n pi/2t plus bn sin n pi/2t. So fundamental equation of it is an cos n ω0t. So ഇവിടെ ഞാൻ ω0യുടെ വാല്യൂ ഇട്ട് കൊടുത്തു. This is my equation number 1. Okay. ഇനി നമുക്ക് ഫോറിയർ സീരീസ് റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി നമ്മൾ ചെയ്യേണ്ട കാര്യം a0 കണ്ടുപിടിക്കുക, an കണ്ടുപിടിക്കുക, bn കണ്ടുപിടിക്കുക. ഓക്കെ, സോ a0 an bn ന്റെ ഇക്വേഷൻസ് ഒന്ന് നോക്കിയാൽ എന്ത് പറ്റും? അതിനകത്ത് 1/t ഇന്റഗ്രൽ വരും, എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ ഒരു ടേം വരും. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇന്റർവെല്ലിൽ എക്സ് ഓഫ് ടിയുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് അറിയണം. അതെങ്ങനെ കണ്ടുപിടിക്കും? സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വി ആർ കൺസിഡറിങ് ദ സിഗ്നൽ ഫ്രം -1 to +3 ആണ്. -1 to +3 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിഗ്നൽ. ആ സമയത്ത് എക്സ് ഓഫ് ടിയുടെ വാല്യൂസ് എന്തൊക്കെയാണ്? എന്തൊക്കെ വാല്യൂസ് വരാം? -1 to ഇപ്പൊ ഈ നമുക്ക് സിഗ്നൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സിഗ്നൽ ഒരു -1 തൊട്ട് +1 വരെ സിഗ്നലിന്റെ വാല്യൂ 1 ആണ്. ഇത്രയും പോർഷൻ നമുക്ക് എന്താണ്? സിഗ്നലിന്റെ വാല്യൂ 1 ആണ്. സിഗ്നലിന്റെ വാല്യൂ എവിടെ നിന്ന് കിട്ടി? നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോഴേ, അതായത് -1 to 3 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇന്റർവെൽ. സോ ഫസ്റ്റ്, അപ്പൊ അതിൽ തന്നെ 2 പോസിബിൾ വാല്യൂസ് ആണ്. അതായത് -1 to +1 വരെ സിഗ്നലിന്റെ വാല്യൂ 1ഉം അതുപോലെ 1 to 3 സിഗ്നലിന്റെ വാല്യൂ -1ഉം. സിഗ്നലിന്റെ വാല്യൂ എന്ന് വെച്ചാൽ എന്താ? സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത -1 to 3 ഇന്റർവെല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ സിഗ്നലിൽ 2 ആംപ്ലിറ്റ്യൂഡ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്ന് 1ഉം ഒന്ന് -1ഉം. അതിൽ 1 എവിടെ വരെയാണ്? -1 to 1
സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് 1, അതായത് സിഗ്നൽ വാല്യൂ 1. അതുപോലെ 1 to 3 സിഗ്നൽ വാല്യൂ -1. അതേപോലെ ഇപ്പൊ നമ്മൾ 3 to 7 എടുക്കുന്നെങ്കിലോ 3 to 5 സിഗ്നലിന്റെ വാല്യൂ 1ഉം 5 to 7 സിഗ്നലിന്റെ വാല്യൂ 1ഉം. ഓക്കെ, ഞാനിവിടെ എടുത്തത് -1 to 3 ആയതുകൊണ്ട് ഞാൻ ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് -1 മുതൽ 1 വരെ സിഗ്നലിന്റെ വാല്യൂ 1, അതായത് എക്സ് ഓഫ് ടി വാല്യൂ 1, 1 to 3 വരെ എക്സ് ഓഫ് ടി വാല്യൂ -1. അത് വെച്ചിട്ട് ഞാൻ ഇവിടെ എഴുതി എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ഫോർ -1 ലെസ് ദാൻ ടി ലെസ് ദാൻ 1 അങ്ങനെ എഴുതുക, അല്ലെങ്കിൽ -1 to 1 എന്ന് എഴുതുക. ഇനി എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു -1 ഫോർ 1 ലെസ് ദാൻ ടി ലെസ് ദാൻ 1 to 3 വരെ സിഗ്നലിന്റെ വാല്യൂ -1 എന്നുള്ള രീതിയിൽ എഴുതി. ഓക്കെ, സോ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനകത്ത് എന്റെ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. A0, AN, BN. സോ A0യുടെ ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് 1 by t integral t0 to t0 plus t x of t dt. So t0 എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇനിഷ്യൽ ടൈം പീരീഡ്, ഇറ്റ് ഈസ് -1, ആൻഡ് t0 plus t എന്ന് പറഞ്ഞാൽ എന്തൊരു -1 plus 4, ദാറ്റ് ഈസ് 3. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇന്റർവൽ -1 മുതൽ 3 വരെ. അപ്പൊ എന്തുവരും നമ്മുടെ A0 is equal to 1 by 4 ഇന്റഗ്രൽ -1 to 3, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇന്റർവൽ x of t dt. ഓക്കെ, സോ -1 by 4 ഇന്റഗ്രൽ -1 to x of t dt. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, x of tക്ക് തന്നെ രണ്ട് പോസിബിൾ വാല്യൂസ് ഉണ്ട് ഈ -1 മുതൽ 3 വരെയുള്ള ഇന്റർവെല്ലിൽ. ഒന്ന് -1 to 1ഉം പിന്നെ അടുത്ത എന്താ 1 to 3ഉം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇന്റഗ്രലിനെ ഈ രണ്ട് ഇന്റർവെൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ എന്ത് വരും, 1 by 4 കോമൺ എടുത്തു, ഇന്റഗ്രൽ -1 to 1 എക്സ് ഓഫ് ടിയുടെ വാല്യൂ 1 dt പ്ലസ് ഇന്റഗ്രൽ 1 to 3 -1 dt. ഓക്കെ, സോ എക്സ് ഓഫ് ടിക്ക് രണ്ട് പോസിബിൾ വാല്യൂസ് രണ്ട് ഇന്റർവെല്ലിൽ വന്നത് കൊണ്ട് നമ്മൾ ഈ ഗിവൺ ഇന്റർവെല്ലിനെ സ്പ്ലിറ്റ് ചെയ്ത് ആ വാല്യൂവിനനുസരിച്ച് എഴുതി. അപ്പൊ ഇനി നമുക്കറിയാം ഈ ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന്. സോ 1 dt എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് ടി. ടി അപ്പർ ലിമിറ്റ് 1, ലോവർ ലിമിറ്റ് -1. അതുപോലെ -1 dt ആണെങ്കിൽ -t, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, A0 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, സോ ഇപ്പൊ അങ്ങനെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ A0 സോൾവ് ചെയ്തു. ഇനി നമുക്ക് എന്താ AN കണ്ടുപിടിക്കണം, BN കണ്ടുപിടിക്കണം. അതും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. 2 by t, AN ന്റെ ഇക്വേഷൻ എന്താ, 2 by t ഇന്റഗ്രൽ t0 to t0 plus t x of t cos n omega 0 t dt. അപ്പോൾ ഇവിടെയും എന്താണ്, എക്സ് ഓഫ് ടിക്ക് രണ്ട് പോസിബിൾ വാല്യൂസ് ആണ്, അതനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ 2 by tക്ക് പകരം 2 by 4 വരും, ഇറ്റ് ഇസ് 1 by 2 വരും. പിന്നെ ω0 എന്തായിരുന്നു, π/2 ആണ്. സോ n π/2t. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഇന്റർവെല്ല് -1 to 3 ആണ്. 1 by 2 -1 to 3 എക്സ് ഓഫ് ടി കോസ് n π/2t dt. ഇനി ആ എക്സ് ഓഫ് ടിയുടെ വാല്യൂ അനുസരിച്ച് നമ്മൾ ആ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്തു. 1 by 2 ഇന്റഗ്രൽ -1 to 1 cos n π/2t dt പ്ലസ് 1 to 3 മൈനസ്, കാരണം എന്താ എക്സ് ഓഫ് ടിയുടെ വാല്യൂ അവിടെ -1 ആണ്, സോ അങ്ങനെയാണ് ഇവിടെ ഈ മൈനസ് വന്നത്. സോ മൈനസ് കോസ് n π/2t dt. ഓക്കെ, സോ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ കോസിന്റെ ഇന്റഗ്രൽ എന്താണ്, സൈൻ. പിന്നെ അതിനകത്തെ ആംഗിളിന്റെ കൂടെ ഒരു കോഎഫിഷ്യന്റ് വന്നത് കൊണ്ട് അതുകൊണ്ട് ഡിവൈഡും ചെയ്യും. അതേപോലെ ഇവിടെ കോസിന്റെ ഇന്റഗ്രല് മൈനസ് വെളിയിലെടുത്തു. സോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു. ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഫൈനലി വന്ന് നിൽക്കുന്നത് ഇങ്ങനൊരു ഇക്വേഷനിലാണ്. സോ ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്സ് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. 1 by n pi 3 sin n π/2 മൈനസ് സൈൻ 3n π/2. ഓക്കെ, സോ ഇതിനകത്ത് n π/2 ഫോമിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാണ്. സോ ഞാൻ ഇതിനകത്തെ 3n π/2, സോ സൈൻ a പ്ലസ് ബി ഫോമുല വെച്ചിട്ടാണ്, സൈൻ a പ്ലസ് ബി ഫോമുല വെച്ചിട്ട് ഞാൻ ചെയ്യാണ്. സൈൻ n പൈ പ്ലസ് n π/2, അത് സോൾവ് ചെയ്യുമ്പോഴാണല്ലോ എനിക്ക് 3n π/2 കിട്ടുന്നത്. സോ സൈൻ a പ്ലസ് ബി എന്താ, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അത് വെച്ചിട്ട് സൈൻ n പൈ കോസ് n π/2 പ്ലസ് കോസ് n പൈ സൈൻ n π/2. സോ സൈൻ n പൈയുടെ വാല്യൂ എന്താണ്, ഇറ്റ് ഇസ് 0. ഇനി കോസ് n പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1/n ആണ്. ഓക്കെ, സോ നമുക്കറിയാം എന്നിന് സൈനിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈൻ n π/2 എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, എന്നിന്റെ ഓഡ് പവേഴ്സിന് മാത്രമാണ്. അതായത് സൈൻ
π/2 വാല്യൂ ഉണ്ട്, പക്ഷേ സൈൻ 2π/2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ സൈൻ 3π/2 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് സൈൻ 4π/2 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ സൈൻ എന്നിന്റെ ഓഡ് പവേഴ്സിന് മാത്രമേ ഈ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 1 ആണ്. ഇനി അത് വെച്ച് നമ്മൾ എഴുതുമ്പോൾ അപ്പോൾ -1 എന്നിന്റെ ഓഡ് പവേഴ്സ് എന്ന് പറയുമ്പം ഈ വാല്യൂ ഈ സെഷൻ എന്ത് വരും? ഇറ്റ് വിൽ ബി -1. ഓക്കെ, സോ ഈ ഒരു സെഷൻ നമുക്ക് -1 ആണെന്ന് കിട്ടും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ 0 ആയി പോവും. റിമൈനിങ് എന്താ വരുന്നത്? ഇത് ഈ ഒരു ടേം ജനറലൈസ് ചെയ്ത് നമുക്ക് -1 എന്ന് എഴുതാം. സോ -nπ/2 -nπ/2, അതായത് സൈൻ 3nπ/2നെ ഫൈനലി നമുക്ക് എങ്ങനെ കിട്ടി? -sin nπ/2. അത് ഞാൻ ഇവിടെ കൊണ്ടിട്ട്, കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാനിവിടെ ഒരു sin nπ/2 ഫോമിലാക്കാൻ പറ്റുമെന്ന് നോക്കിയതാണ്. അപ്പൊ എനിക്ക് കിട്ടി sin nπ/2 ഫോമില്. അപ്പൊ എന്ത് വരും? 1/nπ 3 sin nπ/2 മൈനസ് sin nπ/2. അപ്പൊ ടോട്ടൽ എന്ത് വരും? 4 sin nπ/2. അപ്പൊ എന്ത് വരും? 4/nπ sin nπ/2 ആണ് എൻ്റെ an-ന്റെ വാല്യൂ. ഇതേപോലെ നമ്മൾ bn കണ്ടുപിടിക്കണം. ഓക്കെ, സോ bn-ന്റെ ഇക്വേഷൻ എന്താണ്? 2/t ഇന്റഗ്രൽ t0 to t0 plus t x of t sin n omega 0t dt. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് എക്സ് ഓഫ് ടിക്ക് 2 പോസിബിൾ വാല്യൂസ് ആണ്, 1ഉം -1ഉം. അത് വെച്ചിട്ട് ഞാൻ എന്താണ്? എൻ്റെ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, ഇന്റഗ്രേറ്റ് ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് ഫൈനൽ എന്ത് കിട്ടി? cos 3nπ/2 മൈനസ് cos nπ/2. അപ്പൊ എന്താണ്? മറ്റേ കേസിൽ നമ്മൾ sin 3nπ/2നെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയതുപോലെ ഇവിടെ നമ്മൾ cos 3nπ/2നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. സോ cos nπ പ്ലസ് nπ/2 cos nπ cos nπ/2 sin cos a plus b എന്താ? cos a cos b into sin a sin b. cos a cos b മൈനസ് sin a sin b ആണ്. ഓക്കെ, സോ cos nπ എന്ന് പറഞ്ഞാൽ -1/n cos nπ/2 sin nπ 0 ആയതുകൊണ്ട് ഈ ഒരു ടേം പോകും. ഇനി ഈ ഒരു ടേം കോസിന്റെ ഈ ഒരു ടേം എന്താണ്? കോസിന്റെ എന്നിന്റെ ഈവൻ പവേഴ്സിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം എന്നിന്റെ ഈവൻ പവർ എന്ന് പറയുമ്പോൾ ഈ ഒരു ടേം എന്തായിട്ട് മാറും? ഇറ്റ് ഈസ് +1. അതായത് എന്നിന്റെ ഈവൻ പവർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 2, 4, 6 അങ്ങനെ പോകും. അപ്പൊ അത് -1/2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1. അപ്പൊ നമുക്ക് ഇതിനെ ജനറലൈസ് ചെയ്ത് എങ്ങനെ എഴുതാം? cos nπ/2. സോ cos 3nπ/2നെ നമുക്ക് എങ്ങനെ കിട്ടി? cos nπ/2. അപ്പോൾ നമ്മളത് നമ്മുടെ ഈ bn-ന്റെ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത 1/nπ cos nπ/2 മൈനസ് cos nπ/2. സോ അപ്പൊ എന്ത് കിട്ടി? 0. സോ ഇങ്ങനെ ഒരു നമുക്ക് കിട്ടുന്ന ഇക്വേഷനെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നതിന്റെ ഫോർമുലാസ് വെച്ച് റെഡ്യൂസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ചിലപ്പോൾ അത് 0 ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അത് ഓർത്തിരിക്കുക. ഈ അഡ്ജസ്റ്റ്മെന്റ് മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസിൽ സെയിം ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം ഇപ്പോൾ ഓർത്തിരിക്കുക. സോ നമുക്ക് അപ്പോൾ a0 കിട്ടി, ഇറ്റ് ഇസ് 0. an കിട്ടി, ഞാൻ എന്തായിരുന്നു? 4/nπ sin π/2. ഇനി bn എന്താ? 0. അപ്പോൾ നമ്മുടെ ഈ ഫൈനൽ ഇക്വേഷനകത്ത് എക്സ് ഓഫ് ടിയുടെ ഇക്വേഷനകത്ത് ഫോറിയർ സീരീസ് റെപ്രസെന്റേഷനകത്ത് നമ്മൾ a0 an bn സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് പറ്റും? a0യും 0 ആണ്, b0യും bnഉം 0 ആണ്. അപ്പോൾ റിമൈനിങ് എന്ത് വരും? സമ്മേഷൻ n is equal to 1 to infinity an cos nπ/2t. ഇനി an എന്താ? 4/nπ sin nπ/2 cos nπ/2t. ഇനി എന്നിന് ഓരോരോ വാല്യൂസ് ഇട്ട് കൊടുത്ത് അതിന് സീരീസ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ടേമിന്റെ ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ പറയുന്നത്. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫൊറിയർ സീരീസിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് തന്നേക്കുന്ന സിഗ്നലിനെ കണ്ടാൽ അത് ഓടാണോ ഇവനാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിന്റെ ബേസിസിൽ ഫൊറിയർ സീരീസ് എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഈവൻ സിഗ്നൽ ആയിരുന്നു, ഈവൻ അല്ല ഓഡ് സിഗ്നൽ ആയിരുന്നു. അതെന്താ? ഈവൻ അല്ല, ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഓഡ് സിഗ്നൽ, ഇറ്റ്സ് എ ഓഡ് ഈവൻ സിഗ്നൽ. അതായത് അതിന്റെ വെർട്ടിക്കൽ ആക്സിസ് വെച്ച് ഫോൾഡ് ചെയ്ത് നോക്കുമ്പോൾ രണ്ട് സൈഡും ഇക്വലന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഈവൻ സിഗ്നൽ ആണ്. ഓക്കെ, സോ ആ ഒരു കേസിലാണ് അത് വെച്ച് നമുക്ക് ജനറലൈസ് ചെയ്യാം. സോ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഈവൻ ആണെന്നുണ്ടെങ്കിൽ a0യ്ക്ക് ചിലപ്പോൾ വാല്യൂ കാണാതിരിക്കാം.
ബട്ട് എ എന്നിന് കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ടായിരിക്കും, ബട്ട് ബി എൻ ഓൾവേസ് 0 ആയിരിക്കും. നമുക്ക് അങ്ങനെ കിട്ടി. A0ക്ക് ഓപ്ഷണൽ വാല്യൂ ആണ്. A0 നമുക്ക് 0 ആയിട്ട് കിട്ടി, ബട്ട് എ എന്നിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നു, ബി എൻ 0 ആയിരുന്നു. ഇത് തന്നേക്കുന്ന സിഗ്നൽ ഓടാണെങ്കിലോ, ഓടാണെങ്കിൽ A0 വാല്യൂ 0 ആയിരിക്കും, എ എൻ വാല്യൂ 0 ആയിരിക്കും, ബി എന്നിന് മാത്രമേ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് കൊറിയർ സീരീസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗറും കൂടി തന്നിട്ടുണ്ടെങ്കിൽ സിഗ്നൽ ഈവൻ ആണോ ഓടാണോ എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് കുറഞ്ഞിരിക്കും. ഓക്കെ, സോ അത് മാത്രമല്ല ഓഡ് സിഗ്നൽ, ഈ കോസ് എന്ന് പറയുന്ന ഒരു ഈവൻ സിഗ്നൽ ആണ്. സോ അപ്പൊ എന്താ, ഒരു ഈവൻ സിഗ്നലിന്റെ കേസിൽ കോസിന്റെ ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി സൈൻ എന്ന് പറയുന്നത് ഓഡ് സിഗ്നൽ ആണ്. അപ്പോൾ അതിന്റെ കേസിൽ എന്താ, സൈനിന്റെ ടേം ഉള്ളത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. സോ ഇത്രയാണ് ഒരു ഫൊറിയർ സീരീസ്, ട്രിഗ്നോമെട്രിക് ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ ഓഫ് എ പീരിയോഡിക് സിഗ്നൽ നമ്മളൊരു സാമ്പിൾ ചെയ്തു. ഓക്കെ, താങ്ക് യു.